ഹലോ, ഇതൊരു അവധി ദിവസമായതുകൊണ്ടാണ് ഞാനിങ്ങനെ വെളിച്ചത്ത് ഉറങ്ങി എഴുന്നേറ്റ് വരുന്നത്. കാരണം ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക. അല്ലെങ്കിൽ 4 മണി 4:30 ആകുമ്പോൾ എഴുന്നേൽക്കണമല്ലോ. പിന്നെ നേരെ പോയത് ഇവരോട് സംസാരിക്കാനാണ്. ഇവരെ കണ്ടിട്ടാണ് പിന്നെ ഒരു ദിവസം തുടങ്ങുക. എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ് ഇവരോട് രാവിലെ തന്നെ പോയിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ നേരെ എൻ്റെ അങ്കത്തട്ടിലേക്ക് പോയി. പിന്നെ രാവിലത്തെ ഒരു ചായ അത് നിർബന്ധമാണ്. അങ്ങനെ പറയും പോലെയാണ്. രാവിലെ ഒരു ചായ വെച്ചിട്ട് കുടിക്കുമ്പോൾ ഉള്ളൊരു സുഖം വേറെ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ദിവസം എല്ലാം ഇപ്പോൾ ഒരു 6-6:15 എൻ്റെ ജോലി ചോറും കറിയും അടക്കം എനിക്ക് റെഡിയാക്കണം. അപ്പോൾ പിന്നെ എൻ്റെ ചായ കുടിക്കലൊക്കെ ഒരു പരിധിയാവും. ചിലപ്പോൾ തണുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കുടിക്കാനേ മറന്നു പോവും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചായയുടെ അവസ്ഥ. പക്ഷേ ഈ അവധി ദിവസം എന്ന് വെച്ചാലുണ്ടല്ലോ, ചായ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്യും, പുറത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. നല്ലൊരു വൈബാണ്. പുറത്ത് നല്ല തണുപ്പ് ഇപ്പം എന്താ പിന്നെയും നല്ല തണുപ്പുണ്ടല്ലോ പുറത്തൊക്കെ. അപ്പം നല്ല തണുപ്പും പിന്നെ കിളികളോ സൗണ്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരിക്കും. പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിക്കും. പിന്നെ അന്നെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും സിമ്പിൾ ഹമ്പിളൊക്കെ ആക്കിയിട്ട് അങ്ങ് വിടും. പിന്നെ പതുക്കെ ജോലിയൊക്കെ നോക്കിയാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ നല്ല കൂളായിട്ടാണ് ഇരിക്കുകയാണ്. എല്ലാ ദിവസവും ഓട്ടോ ആയിരിക്കുമല്ലോ എൻ്റെ പൊന്നോ. ഇതിപ്പം ഗുപ്തൻ ചൂട് ചായ ഊതി ഊതി കുടിക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ ആസ്വദിച്ച് കുടിക്കുന്നത് ഈ അവധി ദിവസങ്ങളിൽ മാത്രമാണ് ഗൈസ്. പിന്നെ എന്തൊക്കെയോ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് മുതൽ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാം ഞാൻ മറന്നുപോയി ഗൈസ് വീഡിയോ എടുക്കാൻ. പിന്നെ നമ്മൾ സിനിമ കാണാനിരുന്നു ഉച്ചയ്ക്ക്. സിനിമ കാണുമ്പോഴാണ് ഓർത്തത്, അയ്യോ ഞാനൊരു വീഡിയോ എടുത്തില്ലല്ലോ. പിന്നെ സിനിമ കാണുന്ന വീഡിയോ എടുക്കാൻ വെച്ചു. കാരണം ഇച്ചുവിൻ്റെ എക്സ്പ്രഷൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. നോക്കിയേ, ഡീസ് ഇറയെന്ന് പറഞ്ഞാൽ പ്രണവ് മോഹൻലാലിൻ്റെ സിനിമയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അവനത് കാണുകയും വേണം, കണ്ടിട്ടാണെങ്കിലും ഇങ്ങനെ കണ്ണുമ്പോൾ തിരിക്കുകയും ചെയ്യുന്നു ഓരോ സൗണ്ട് കേൾക്കുമ്പോഴും. അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. പിന്നെ വൈകിട്ടായപ്പോഴാണ് പിന്നെ വീഡിയോ എടുക്കാൻ തോന്നിയത്. കാരണം ഇവരെ കണ്ടപ്പോൾ. ഇതാണ് എൻ്റെ ചിറ്റ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയാണ്. പിന്നെ എൻ്റെ കസിനാണ് അവൻ. ഇവനെ കൊണ്ട് പറയുകയാണെന്ന് വെച്ചാൽ ഇവൻ ഒരു ഉലകം ചുറ്റും വാലിബനാണ്. ഇവൻ ജോലിപരമായിട്ട് ഇവൻ നാട്ടിലുണ്ടാവാറില്ല. ഇങ്ങനെ കറക്കമാണ്. ഓരോ രാജ്യങ്ങളിലായിട്ടും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരികയാണ്. അങ്ങനെ ഇവനിപ്പം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നതാണ്, എൻ്റെ മക്കളെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. പിന്നെ അവരുടെ കുഞ്ഞു കേക്ക് കൊണ്ടിരുന്നു. അത് കട്ട് ചെയ്യുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അവർ കുറച്ച് നേരം ഇരുന്നു, സംസാരിച്ചു. അപ്പോൾ തന്നെ പോവുകയാണ്. മെല്ലച്ചൊവ്വയാണ് വീട്. അന്നൊരു കല്യാണം ഉണ്ടായിട്ട് വീഡിയോ ഞാൻ എൻ്റെ വീഡിയോ ഇതിലിട്ടിരുന്നു. ആ കല്യാണത്തിൻ്റെ പെണ്ണിൻ്റെ ആങ്ങളെയാണിവൻ. അതായത് എൻ്റെ ചിറ്റിയുടെ മോൻ, എൻ്റെ ചിറ്റിയുടെ മോളെ കല്യാണമായിരുന്നു അന്ന്. അപ്പം അവരെങ്ങനെ യാത്രയൊക്കെ പറഞ്ഞു പോവുകയാണ്. ഇനി വേറെ ദിവസം എന്തെങ്കിലും നാട്ടിൽ വന്നാൽ വരാമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ യൂട്യൂബിൽ ഇടുകയല്ലേ വെച്ചാൽ അവൻ കുറേ നേരം മുഖമൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ തന്നെ എടുക്കുന്നതുകൊണ്ട് അവൻ പിന്നെ ഒരു ഹായ് ഒക്കെ ആക്കിയിട്ടുണ്ട്. അല്ല പിന്നെ ഒരാടും നമ്മൾ വെറുതെ വിടില്ല ഗൈസ്. അപ്പം അവരങ്ങനെ പോയി. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.